വെൽക്കം ബാക്ക് ടു മല്ലു ബീറ്റ്സ് വേൾഡ്. മല്ലു ബീറ്റ്സ് വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. വേറെ ഒന്നുമല്ല, നമ്മളെ തമ്പുരുമോളുടെ പിറന്നാളാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 23rd അന്ന് നമ്മൾ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ സാധാരണ നാള് നോക്കിയിട്ടാണല്ലോ ആഘോഷിക്കുക. അപ്പോൾ ചെറിയൊരു സെലിബ്രേഷൻ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും പിന്നെ ഞങ്ങളെ വീട്ടിലുള്ളവർ മാത്രം ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും പിന്നെ അവൾക്ക് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇപ്പോഴാണ് ഞങ്ങൾ ഇൻട്രോ പറയാനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ, അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ്. അവൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് എന്താ 2 വർഷം, അതെ 2 വയസ്സാണ് തമ്പുരുമോൾക്ക്. ഒരുപാട് സന്തോഷം. അവള് ഇപ്പോഴല്ലേ ഡെലിവറി ആയി എന്നുള്ളൊരു ഫീലിംഗ് ആണ്. പെട്ടെന്ന് വലുതായി, പെട്ടെന്ന് 2 വയസ്സായി എന്നൊക്കെ തോന്നുന്നു. 1 വയസ്സ് ഇപ്പൊ അടുത്ത് കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത്. അപ്പോ ചെറിയൊരു സെലിബ്രേഷൻ ഫാമിലി മാത്രമേ ഉള്ളൂ, വേറെ പുറത്തുനിന്ന് ആരക്ഷണം അങ്ങനെയൊന്നുമില്ല. കാരണം ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങള് അടിപൊളിയായിട്ട് ആഘോഷിച്ച് കഴിച്ചിട്ടുണ്ട്. എല്ലാവരും ഉണ്ടായിരുന്നു, ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് നമ്മൾ കുറച്ച് പേര്, നമ്മളെ വീട്ടിലുള്ളവരും എൻ്റെ അമ്മയച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വ്ളോഗ് കാണാം. അങ്ങനെ ഇതാ രാവിലെ തന്നെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ തീർത്ത് വെച്ചു കേട്ടോ. അതായത് അവിലുണ്ടാക്കാനും അതുപോലെ ഉപ്പേരിയൊക്കെ വെക്കാണ്ടായിരുന്നു. അതൊക്കെ തീർത്ത് വേഗം തമ്പുരുകുട്ടീനെയും എണീപ്പിച്ച് കുളിപ്പിച്ച് ഓടി വന്നേക്കാണ് കേട്ടോ അമ്പലത്തിൽ. സമയം ഒരുപാട് വൈകിയിരുന്നു. തലേ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ പണികളൊക്കെ തീർത്ത് നേരത്തെ പോകണം, ഒരമ്പലത്തേക്ക് മാത്രമല്ല നമുക്ക് കുറേ അമ്പലത്തേക്കൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ തമ്പുരുകുട്ടിക്ക് ഓൾറെഡി വയ്യാത്ത കാരണം അതിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ എല്ലാം കഴിഞ്ഞത്. അങ്ങനെ ഓടി വന്നു. ജിതേട്ടനും തമ്പുരുക്കുട്ടിനൊക്കെ പിടിച്ചുകൊണ്ട് ഓടി വന്നേക്കാണ്. അപ്പോൾ തമ്പുരുക്കുട്ടിയുടെ പേരിൽ വഴിപാടൊക്കെ ഷീട്ടാക്കി. പിന്നെ ഞങ്ങൾ സ്ഥിരം ചെയ്യുന്ന പോലെ കുറച്ച് പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചതിന് ശേഷം അമ്പലത്തിൽ തൊഴുകയാണ് കേട്ടോ. അപ്പോൾ തമ്പുരുക്കുട്ടിക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് അമ്പലത്തിലേക്ക് വരാൻ. വേറെ ഒന്നുമല്ല, അവൾക്ക് ചില്ലറ ഇങ്ങനെ ആ തൊണ്ടിയിലിടണമല്ലോ, ആ ഭണ്ഡാരത്തിൽ ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ 2 കോയിന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അവിടെ ഇടുകയും ചെയ്തു കേട്ടോ. പിന്നെ അതേ തിരുമേനിയെ കണ്ടപ്പോൾ പറഞ്ഞു ഒന്ന് ഞങ്ങളുടെ പിറന്നാളാണെന്നൊക്കെ പറഞ്ഞു വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. അവൾ നല്ല സന്തോഷത്തിലാണ്. എത്ര പെട്ടെന്നാണ് തമ്പുരുക്കുട്ടിക്ക് 2 വയസ്സായി എന്ന് ആലോചിക്കുമ്പോൾ എന്തോ ഒരു ഇത് കേട്ടോ. അങ്ങനെ അവൾ തൊഴുതിട്ട് ഇതേ കുറിയൊക്കെ ഇടാനായിട്ട് അവിടെ ആദ്യമേ തന്നെ പോയി നിന്നിട്ടുണ്ട്. അപ്പോൾ തലയിൽ പൂക്കൾ വെക്കണം, ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള കുറച്ച് പരിപാടിയാണ് കേട്ടോ. അങ്ങനെ തിരുമേനി ഉള്ളിൽ പോയിട്ട് പൂജയൊക്കെ ചെയ്തിട്ട് ഇതാ തമ്പുരുക്കുട്ടിക്ക് ഇതാ പ്രസാദം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളുടെ കൈ കൊണ്ട് എന്നെ മേടിച്ചിട്ടുണ്ട്. 2 കൈയും കാണിച്ചു കൊടുത്തു കേട്ടോ മേടിക്കാനായിട്ട്. പിന്നെ തീർത്തൊക്കെ കുടിച്ചു. പിന്നെ കുറി ഇടാനായിട്ട് വിളിച്ചപ്പോൾ ഓടുമായിരുന്നു. പിന്നെ ജിതേട്ടൻ പറഞ്ഞു തല പൊക്കി കൊടുക്കുക, എങ്ങനെയാണ് കുറി ഇടാന്നൊക്കെ. ഭയങ്കര പവറായിരുന്നു കേട്ടോ. പുതിയ ഡ്രസ്സും പുതിയ മാലയും വളയൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര പവറായിരുന്നു. അങ്ങനത്തെ കുറി ഇടാനൊക്കെ കാണിച്ചു തന്നു. നെറ്റിയും ഇട്ടപ്പോൾ അവൾക്ക് കഴുത്തിലിടണം. പിന്നെ ജിതേട്ടനും കുറിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ പുറത്ത് തൊഴാനായിട്ട് ഇറങ്ങിയിട്ടോ. പുറത്തൊക്കെ തൊഴുത് വന്നപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായി. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഞങ്ങളെ കയ്യിലുള്ള സമയം പിടിച്ചുകൊണ്ട് ഞങ്ങൾ തട്ടകമ്പലായിട്ടുള്ള പാലപ്പെട്ടിയിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു നട അടച്ചിട്ടുണ്ടാവോ അമ്പലം പൂട്ടിയിട്ടുണ്ടാവോ എന്ന് വരെ പറയായിരുന്നു. കാരണം സമയം 9:30 അടുത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 8:45 ആയിട്ടുണ്ടായിരുന്നു. നല്ല നേരം വൈകിട്ടോ. എന്നും നേരത്തെ പോവാമെന്ന് വിചാരിച്ചാൽ നടക്കാറില്ല. അപ്പോൾ ഞങ്ങളിതേ ഞങ്ങളെ വീടിൻ്റെ ബാക്കിലൂടെയുള്ള വഴിയിലൂടെ തന്നെയാണ് കേട്ടോ പോണത്. അപ്പോൾ പാടമൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് നേരെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി. അങ്ങനെ അമ്പലത്തിലെത്തിയിട്ടോ. കുറേ ആയിട്ടോ ഇവിടേക്ക് വരണം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഓരോ തടസ്സങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ട് വരാറില്ല. പിന്നെ തമ്പുരുക്കുട്ടിയുടെ പിറന്നാളൊക്കെ ആയില്ല. അപ്പോൾ പിന്നെ അന്ന് പോവാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും വന്നത് നന്നായി. അമ്പലം പൂട്ടിയിട്ടും നട അടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എത്തലും നട അടച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ എത്തലും നട തുറക്കലൊക്കെ ഒരുമിച്ചിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം ഉള്ളിലൊക്കെ കയറി തൊഴുതു കേട്ടോ. പ്രസാദമൊക്കെ വാങ്ങി. അങ്ങനെ തമ്പുരുക്കുട്ടിക്ക് അവിടെ നടക്കണം കേട്ടോ. അപ്പുറത്തുപ്പുറത്തൊക്കെ ചളിയാണ്, അതിൽ നടക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല, എങ്കിലും നടക്കണം. പിന്നെ ആലിൻ്റെ മുകളിലിരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അവളെടുത്തു. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അമ്മയും അച്ഛനൊക്കെ വരും. അപ്പോൾ പെട്രോൾ അടിക്കാനായിട്ട് പമ്പിൽ കയറിയപ്പോൾ അവൾ അച്ചാച്ചനെ കണ്ടു. അവളുടെ അച്ചാച്ചൻ എന്ന് പറയുന്നത് പമ്പിലുള്ളൊരു അച്ചാച്ചനാണ് കേട്ടോ. അവൾക്ക് അച്ചാച്ചന്മാരും ചേട്ടന്മാരും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരൊന്നും കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടില്ല, ഉമ്മ കൊടുത്തോണ്ടും ടാറ്റ കൊടുത്തോണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളത് അമ്പലത്തിലൊക്കെ പോയി വീട്ടിലെത്തി കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ ഏടത്തി പായസം അളക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പായസം വെക്കാനുള്ള പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അളക്കാനായിട്ട് നിന്നു കേട്ടോ കുറച്ച് നേരം. അപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മിയോ കേക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട്. അവരുടെ മിയോ കേക്ക് സ്റ്റോർ, അവരുടെ കേക്ക് നല്ല അടിപൊളി കേക്കുകളാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തത് ചങ്ങരംകുളത്തുള്ള മിയോ കേക്ക് സ്റ്റോറിനായിരുന്നു. പക്ഷെ നമ്മൾ അവരുടെ സ്റ്റോർ ഇവിടെ തന്നെ, നമ്മളെ വീടിൻ്റെ അടുത്ത് എരമംഗലം ഭാഗത്തായിട്ട് തന്നെ അവരുടെ ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് കേക്ക് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവരുടെ കേക്കിന്റെ വീഡിയോ ചെയ്തതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കണം. ഒരുപാട് വെറൈറ്റി കേക്കുകൾ നമ്മൾ പറയുന്ന സമയത്തും എല്ലാം നമ്മൾ പറയണ പോലെ തന്നെ അവര് അതെ, ഇന്നലെ രാത്രി ഏകദേശം ഒരു 11 മണി അല്ലേ, 11 മണി അതിനൊക്കെ മുന്നേ ആ ഒരു സമയത്താണ് നമുക്ക് എവിടെയും കേക്ക് അവൈലബിൾ അല്ല, കിട്ടാനില്ല. അപ്പൊ തന്നെ ഞങ്ങൾ അവരെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് കേക്ക് റെഡി ആക്കി തന്നു കേട്ടോ. അപ്പോൾ 11 മണിക്ക് രാവിലെ നിങ്ങൾക്ക് കേക്ക് റെഡിയാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ അവരെ സ്റ്റോറിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അവിടെ എത്തി ഏകദേശം അല്ലേ, ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കേക്ക് എടുക്കാം. ഇതാണ് നമ്മളെ മിയോ കേക്ക് സ്റ്റോർ, നമ്മളെ എരമംഗലത്ത് കേട്ടോ. എരമംഗലം ഏത് ഭാഗത്തായിട്ടാ വരിക? അത് സെന്ററിൽ തന്നെ കേട്ടോ, എരമംഗലം സെന്ററിൽ. ഇതാണ് മിയോ കേക്ക് സ്റ്റോർ എന്ന് പറയുന്നത് കേട്ടോ, കേക്ക് സ്റ്റുഡിയോ. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചങ്ങരംകുളത്തുള്ള മിയോ കേക്ക് സ്റ്റുഡിയോത്തെ ഓണർ പാർട്ട്ണർഷിപ്പുള്ള ആളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കേക്ക് സെറ്റ് ചെയ്ത് വെക്കണമെന്ന്. നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പുരുക്കുട്ടിയുടെ ഫ്രോക്കിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആൾക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ ഒരു ഫ്രോക്കിൻ്റെ അതേപോലെ തന്നെയാണ് അവർ കേക്ക് ഉണ്ടാക്കി തന്നത് കേട്ടോ. അവിടെ ചെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ അയച്ചു കൊടുത്ത ആ ഒരു ഫ്രോക്കിൻ്റെ സെയിം തന്നെയാണ് കേട്ടോ. ഇനി ഒരു കേക്ക് കട്ടിങ്ങിൻ്റെ ഭാഗം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ സെയിം ഫ്രോക്ക് തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ജിതേട്ടൻ അതുമ്മയ്ക്കുള്ള ബട്ടർഫ്ലൈ ഒക്കെ ഓൾറെഡി ചെയ്ത് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നുള്ള ആ ഒരു സംഭവം മാത്രമേ അതുമ്മ വെക്കാണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ വെച്ച് തന്നു. ഞാൻ സെലക്ട് ചെയ്തത് പിങ്ക് ആയിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് കിട്ടിയ ഓർഡറിൻ്റെ ഒരുപാട് കേക്കുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ കൊടുക്കുന്ന റേറ്റിനുള്ള കേക്ക് ഉണ്ട് കേട്ടോ. അതായത് അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം നല്ല പ്രൊഡക്ട്സാണ്. അത്രയും നല്ല രീതിയിലാണ് അവരത് മെയ്ഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ മുന്നത്തെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ കേക്ക് ഉണ്ടാക്കുന്നതും ആ ഒരു ഭാഗവും എല്ലാം ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരോടുള്ളൊരു വിശ്വാസം ആ ഒരു ഇതിലാണ് നമ്മൾ ഇവിടുന്ന് കേക്കുകൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും 11 മണിക്ക് കേക്ക് സെറ്റാക്കി. അങ്ങനെ അത് മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തി ജിതേട്ടൻ അതുമ്പോൾ ബട്ടർഫ്ലൈ സെറ്റ് ചെയ്യുകയാണ്. ഓൾറെഡി കൊടുന്നിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് കേക്കൊക്കെ കണ്ടപ്പോൾ മുറിക്കാനുള്ള ഒരു ഇതിലായിരുന്നു കേട്ടോ. തമ്പുരുക്കുട്ടിക്കാണെങ്കിലോ നമ്മളെ പൂച്ചയുടെ മുന്നിൽ പച്ചമീൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലെയായിരുന്നു. കണ്ടില്ലേ തമ്പുരുക്കുട്ടിയുടെ ഫ്രോക്ക്? അതേപോലെ തന്നെയാണല്ലേ ആ കേക്ക് ചെയ്തിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. തമ്പുരുക്കുട്ടിയും തമ്പുരുക്കുട്ടിയുടെ ഫ്രോക്കും കേക്കും എല്ലാം ഒരേ കളറായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ കുഞ്ഞു പാവകളെയൊക്കെ കൂട്ടിയിട്ട് കേക്കൊക്കെ മുറിച്ചു കേട്ടോ. കേക്ക് മുറിച്ചതേ ഓർമ്മയുള്ളൂ, ക്രീമെല്ലാം വാരി കഴിക്കുമായിരുന്നു. എങ്ങനെയൊക്കെയോ അതിൻ്റെ ഇടയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി എന്ന് പറയാം കേട്ടോ. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആശ്വാസമായി. കുറച്ച് സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 12 മണിക്കൊക്കെ ഫുഡ് കൊടുക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ കുറച്ച് ലേറ്റായി പോയി. പിന്നെ ജിതേട്ടനാണെങ്കിലോ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫ്ലെക്സ് ഒക്കെ ചെയ്തു തന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി കണ്ടപ്പോൾ. സെപ്പറേറ്റ് ഒരു ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ തമ്പുരുക്കുട്ടിയുടെ ഫ്രോക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മോഡലായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ ഫ്രോക്കും കേക്കും ഒരേപോലെ ആയിരുന്നു കേട്ടോ. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ജസ്റ്റ് ഫ്രോക്കിൻ്റെ ആ ഒരു ഫോട്ടോ മാത്രം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് അമ്മയും മേഡത്തിയും എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ തമ്പുരുക്കുട്ടിക്ക് ഗോൾഡിൻ്റെ ഒരു കമ്മലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ജിതേട്ടൻ ചെയ്ത ഫ്ലെക്സ്. പിന്നെ അധികം നേരം വൈകാനൊന്നും നിന്നില്ല കേട്ടോ. വേഗം തമ്പുരുക്കുട്ടിക്കുള്ള ഫുഡൊക്കെ സെറ്റാക്കി. അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ, അതായത് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഒരുപാട് വിഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പുളിഞ്ചിൻ കാളിന് നമ്മൾ തലേ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മൾ ഉപ്പേരിയും അവിയലും സാമ്പാറും പപ്പടം വറുത്തു, പിന്നെ പായസം വെച്ചു. അങ്ങനെ കുറച്ച് പണികളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തപ്പോൾ തന്നെ മനസ്സിനൊരു ആശ്വാസമായി കേട്ടോ. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ മക്കൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ ഇതാ തമ്പുരുക്കുട്ടിക്ക് ചോറൊക്കെ കൊടുക്കുകയാണ്. അവൾ കഴിച്ചൊന്നുമില്ല, എങ്കിലും നമ്മൾ ആ ഇലയിൽ ഇരുത്തണമല്ലോ. ധ്യാനുട്ടനും പാറക്കുട്ടിയൊക്കെ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. ധ്യാനുട്ടൻ പിന്നെ വലിയ കുട്ടിയായില്ലേ, അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിനൊക്കെ വാരി കഴിച്ചു. പിന്നെ ഇതാ ഏടത്തി കൊടുത്ത ബാഗായിരുന്നു കേട്ടോ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റൊക്കെ പൊളിച്ച് ബാഗ് ഇട്ട് നടക്കുമായിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ബാഗ് കിട്ടിയത്. ഇതൊക്കെ തമ്പുരുക്കുട്ടിക്ക് കിട്ടിയ ഡ്രസ്സുകളാണ് കേട്ടോ ഗിഫ്റ്റായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.